ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആന്റണി എംപിയെ ചോദ്യം ചെയ്യാൻ SIT നീക്കവും നടക്കുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനിൽ ലീല സാബു ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത്. ബിനിലെ, SIT നീക്കം എങ്ങനെ? ഇത് കോൺഗ്രസിന് കുരുക്ക് മുറുകുകയാണ്. തുടക്കം മുതൽ സ്വർണ്ണക്കൊള്ള ആരോപണം CPM-നെതിരെ ഉയർത്തുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇപ്പോൾ രണ്ടാമത് ഒരു കോൺഗ്രസ് കൂടി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് SIT പോവുകയാണ്. ആന്റണിയെ ചോദ്യം ചെയ്യാനാണ് നീക്കം. നേരത്തെ ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട അവരുമായി ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രത്തിൽ ഈ ആന്റണി MP ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിൽ വ്യക്തത തേടാനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. ഇന്നലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തപ്പോൾ അക്കാര്യം കൃത്യമായി ചോദിച്ചിരുന്നു. ഈ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. അതിന്റെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ പരിശോധിക്കുകയാണ് ചെയ്തത്. നിലവിൽ ഇത്തരത്തിൽ ആന്റണിയെയും ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ ആദ്യം ഈ സ്വർണ്ണക്കൊള്ളയിൽ CPM-നാണ് പങ്ക്. CPM-ന്റെ 2 പ്രധാന നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അതിൽ CPM-ന് സ്വർണ്ണക്കൊള്ള നടത്തിയ CPM ആണ് എന്ന പ്രചാരണമാണ് കോൺഗ്രസ് നടത്തിയത്. ആ പ്രചാരണം തന്നെയാണ് തദ്ദേശത്തിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ കുരുക്കിലാക്കി രണ്ടാമത്തെ പ്രധാന നേതാവിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് അതിൽ ED ചോദ്യം ചെയ്യാനുള്ള നീക്കം നടത്തുന്നതിനെയാണ് ഇപ്പോൾ SIT സ്വർണ്ണക്കൊള്ള കേസിലെ SIT-യും ചോദ്യം ചെയ്യലിലേക്ക് കിടക്കുന്നത്. എന്തായാലും കോൺഗ്രസിന് ഇക്കാര്യത്തിൽ കൃത്യമായി മറുപടി പറഞ്ഞ് പോകാനേ കഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ അടുത്ത ദിവസം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ശരി ബിനിലെ, ഓക്കെ.